PSC അംഗത്വ കോഴ വിവാദത്തിനിടെ CPM-ന്റെ നിർണായക ജില്ലാ നേതൃയോഗങ്ങൾ ഇന്ന് കോഴിക്കോട് ചേരുകയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി യോഗങ്ങളാണ് ഇന്ന് നടക്കുക. കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടിയിൽ ഇന്ന് തീരുമാനമുണ്ടാകുമെന്ന് അറിയുന്നു. ദീപക് ധർമ്മടം മറ്റു വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം. നല്ല മഴ പെയ്യുന്നുണ്ടോ കോഴിക്കോട്? എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കനത്ത മഴയിലും ഇന്ന് കടുത്ത തീരുമാനം CPIM എടുക്കുമെന്നാണ് അറിയുന്നത്. ഇന്നത്തെ ആദ്യം 9 മണിക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരും. ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ, അതുപോലെ തന്നെ മറ്റൊരു സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ്, ഇവർ രണ്ടുപേരും പങ്കെടുക്കും. ഇത് പാർട്ടിയിൽ ഇത്തരം ഒരു ക്രമക്കേട്, അഴിമതി നേതൃതലത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ്. സ്വാഭാവികമായും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഹമ്മദ് റിയാസ് എടുക്കുന്ന നിലപാട് നിർണായകമായിരിക്കും. നേരത്തെ തന്നെ പാർട്ടി വിശദീകരണം ചോദിച്ചു. അത് ഏരിയ കമ്മിറ്റിയിൽ, അതായത് പ്രമോദ് കോട്ടൂളിയുടെ ഘടകത്തിൽ ടൗൺ AC-യിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നു. അതിൽ വിശദീകരണം ചോദിക്കുന്നു. പാർട്ടിയെ അദ്ദേഹം അനുനയിപ്പിക്കാൻ വേണ്ടി, അദ്ദേഹം വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതെല്ലാം പാർട്ടി തള്ളിക്കളഞ്ഞു. ജില്ലാ സെക്രട്ടറി തന്നെ വിശദീകരണം ചോദിക്കുന്നു രേഖാമൂലം. ആ വിശദീകരണ കത്ത് പ്രമോദ് കോട്ടൂളി നൽകി. ആ വിശദീകരണ കത്താണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം പരിഗണിക്കുക. പക്ഷേ പാർട്ടി ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. സെക്രട്ടേറിയറ്റ് യോഗത്തിലെടുത്ത ധാരണ ജില്ലാ സെക്രട്ടേറിയറ്റ് നടപടി തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. അതായത് സംസ്ഥാനം നേരിട്ട് ഒരു നടപടിയിലേക്ക് പോകുന്നില്ല, പാർട്ടി ജില്ലാ ഘടകം നടപടി എടുക്കട്ടെ എന്നുള്ള തീരുമാനമാണ് എടുത്തത്. മാത്രവുമല്ല, സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേരത്തെ തന്നെ ഈ വിഷയം വന്ന സമയത്ത് വളരെ ശക്തമായ നിലപാടാണ് പല സെക്രട്ടേറിയറ്റ് അംഗങ്ങളും എടുത്തത്. അതായത് മുതിർന്ന നേതാക്കളായ AK ബാലൻ, അതുപോലെ തന്നെ സജി ചെറിയാൻ തുടങ്ങിയവർ ഈ കാര്യത്തിൽ ഇത്തരം പ്രവണതകൾ വെച്ചു പൊറിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടെടുത്തു. മാത്രവുമല്ല, സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷും ഇത്തരം പ്രവണതകൾ മുളയിലേ നുള്ളണം എന്ന നിലപാടാണ് എടുത്തത്. സ്വാഭാവികമായും ഇതിന്റെ ചുവട് പിടിച്ചായിരിക്കും ഇന്ന് സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്ന, സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്ന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ നിലപാട് പറയുക. ഇതിനെ തുടർന്ന് ഏതാണ്ട് ഒരു 10:30, 12, 11 മണിയോടുകൂടി തന്നെ സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ച് ജില്ലാ കമ്മിറ്റി ആരംഭിക്കും. തീരുമാനം ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും. അതിനുശേഷം ഘടകത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യും. നമുക്ക് ലഭ്യമാവുന്ന സൂചനയനുസരിച്ച് ഏരിയ കമ്മിറ്റിയിൽ നിന്നും നീക്കം ചെയ്യും. ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്താനാണ് സാധ്യത. മറ്റൊരു അഭിപ്രായമുള്ളത് പാർട്ടി അംഗത്വത്തിൽ നിന്നും, അതായത് CPIM-ന്റെ മെമ്പർഷിപ്പിൽ നിന്നും എടുത്തു കളയാനുള്ള അത്തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം നിർണായകമാണ്. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുക. പക്ഷേ എന്നാൽ അതേ സമയത്ത് പാർട്ടിക്ക് മുൻപിൽ PSC അംഗത്വത്തിന്റെ പേരിലല്ല കോഴ നടന്നത് എന്ന ചില വിവരങ്ങൾ കൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തലത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി പ്രമോദ് കോട്ടൂളി അകത്താണോ പുറത്താണോ, എന്താണ് നടപടി എന്ന് അറിയാൻ സാധിക്കും. SK. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം.